കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ രൂക്ഷമായിട്ട് പ്രതികരിക്കുകയും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ ഉമാ തോമസ് MLA, മറ്റേ ജെബി മേത്ര അടക്കമുള്ള ആളുകൾക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ പാർട്ടി തന്നെ ഒരു വിഭാഗം ഇതിൽ അംഗീകരിച്ചിട്ടില്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അതൊരു വശം. അങ്ങനെ ഒരു വിഷമവൃത്തത്തിലായി തീർന്ന പ്രതിപക്ഷ നേതാവ് മറ്റു പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരായിട്ട് ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്നു. ഇവിടെ BJP-കാരോ CPM-കാരൊന്നും അല്ലല്ലോ ഈ ബോംബ് പൊട്ടിക്കും. ഇത് ഇവരുടെ കയ്യിലിരുന്ന് പൊട്ടിയൊരു ബോംബാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയും. ഇവരുടെ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി അവരുടെ കൈപ്പറ്റി പോയി, അല്ലെങ്കിൽ അവർക്ക് മാരകമായിട്ട് പരിക്കേറ്റും പൊള്ളലേറ്റും എന്നുള്ളൊരു സത്യം അവിടെ നിൽക്കുമ്പോൾ മറ്റു പാർട്ടിയിലെ ആളുകളെ ഞങ്ങൾ പൊള്ളിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഒരു യുക്തി എനിക്ക് മനസ്സിലായി. ഇതുപോലെയുള്ള സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നല്ല പറയും. നമ്മുടെ സോളാർ വിവാദം രൂക്ഷമായിട്ട് വരികയും KC വേണുഗോപാൽ, അടൂർ പ്രകാശ് മുതൽ IB ഈഡൻ വരെ ഒരുപാട് നേതാക്കന്മാർക്കെതിരെ സരിത എന്ന് നമ്മളിപ്പോൾ അതിജീവിത എന്ന് പറയുന്ന ശ്രീമതി വേറെ ലൂട്ട് ചെയ്ത സമയത്ത് അതിലൊരു കൗണ്ടർ ബ്ലാസ്റ്റായിട്ട് ജോസ് എറ്റലിനെതിരായിട്ട് ആരോടും എനിക്ക് തോന്നുന്നു. അത് ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യം തന്നെയായിരുന്നു. പക്ഷേ അത് ഒരു വലിയ ട്രാപ്പായിരുന്നു. ഒരു മനുഷ്യരെ MLA പോയി എന്നുള്ള സത്യമാണ്, മുൻ മന്ത്രിയാണെന്നുള്ളത് ശരിയാണ്. ഒരു സ്ത്രീ അതായത് അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി, ഇത് കംപ്ലീറ്റ് വീഡിയോയിൽ പകർത്തിക്കൊണ്ട് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യിച്ച ലോകത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സംഭവിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഈ കോൺഗ്രസ്സുകാർ. അങ്കമാലി പട്ടണത്തിൽ, എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരെ ഏതാണ്ട് 9 കിലോമീറ്റർ, അങ്കമാലിയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തി അദ്ദേഹത്തിന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അന്ന് MK ദാമോദരൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ, ജസ്റ്റിസ് ഭവദാസൻ എന്ന ധീരനായ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പുള്ള അവസ്ഥ വളരെ ധൈര്യമായി. മാത്രമല്ല ഈ പരാതിക്കാരിക്ക് പരാതി എഴുതി കൊടുത്ത അങ്കമാലിക്കാരനായ വക്കീലിന് പ്രോപ്പറായിട്ട് പരാതി എഴുതാൻ അറിയില്ല. അതൊരു ഹെഡ് കോൺസ്റ്റബിളിനെ കൂടെ എഴുതിച്ചെങ്കിൽ ജോസിയായിട്ട് കുടിക്കുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഇവിടെ സോളാർ വിവാദത്തിൽപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ, മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ഉയർന്ന നേതാക്കളടക്കം MP-മാരടക്കം പ്രതികൂട്ടിലായപ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ തിരിച്ച് ബോംബ് പൊട്ടിക്കുന്നു പറഞ്ഞു, അതുപോലെ പൊട്ടിച്ചൊരു ബോംബൻ. പക്ഷേ എത്രയോ നാൾ ആ മനുഷ്യൻ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയൊക്കെയുള്ള പ്രതികാരം നിർവഹണം. പക്ഷേ അത് അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. ഈ പരാതിക്കാരി എന്ന് പറഞ്ഞ സ്ത്രീക്ക് വലിയ സംഖ്യ ഓഫർ ചെയ്തിട്ടാണ് ഇവരിത് ചെയ്യിച്ചത്. ഈ എന്നിട്ട് പറഞ്ഞ കാശ് കൊടുത്തില്ല. അതേ തുടർന്ന് പരാതിക്കാരി അവരുടെ പേര് പറയുന്നതിന് തടസ്സമുണ്ടായിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം മിതത്വം പാലിക്കണം. അവരും അങ്കമാലിക്കാരിയാണ്. അങ്കമാലിക്കടുത്ത് മഞ്ഞപ്പുറ എന്ന സ്ഥലത്താണ് നടത്തുന്നത്. ഇവർ എറണാകുളം പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി. ഇന്ന നേതാക്കന്മാർ കാശ് തരാൻ തുടങ്ങി എന്നെ പറ്റിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നിട്ട് ഒരു പൈസ കൊടുത്തില്ല. അപ്പോൾ ഇവർ ഈ സ്ത്രീ ഞാൻ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് അവർ പട്ടാമ്പിയിൽ മത്സരിച്ചു. പട്ടാമ്പിയിൽ 2016 മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥികളുടെ പേര് തൂക്കുക. അതിൽ ഈ ജോസ് എറ്റലിനെതിരെ ആരോടും ഉന്നയിച്ച സ്ത്രീയുണ്ട്. അവരെന്തുകൊണ്ട് പട്ടാമ്പിയിൽ മത്സരിക്കുന്നു വെച്ചാൽ പട്ടാമ്പിയിൽ മത്സരിച്ച് തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു, ഇവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതിൽ ഒരാൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രതികാര രാഷ്ട്രീയം. മറ്റേ നേതാവ് മത്സരിക്കാതിരുന്നത് കൊണ്ട് അവരവിടെ മത്സരിച്ചില്ല അല്ലേ? കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് കറക്റ്റ്. അതെ മറ്റേ നേതാവിനെതിരായിരുന്നു ഇവർക്ക് പ്രധാനമായിട്ട് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് KPCC പ്രസിഡന്റ് ഇടപെട്ട് ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടുതലായിട്ട് എളുപ്പത്തിൽ മത്സരിക്കാവുന്ന മണ്ഡലം അതെ. ഞാനിപ്പോൾ ആളുകളുടെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ വളരെ നീചമായ രാഷ്ട്രീയം എന്ന് മാത്രം പറയാം. ഞാൻ ഇതിനെ അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ പറയുന്നതല്ല, പൊതുവായ അഭിപ്രായം പറഞ്ഞാൽ ഒരു പാർട്ടിക്കാർ ഈ കാര്യത്തിൽ മോശക്കാരൊന്നുമല്ല. ഇപ്പോൾ ഏത് പാർട്ടിക്കാരെ കുറിച്ച് ഇതുപോലുള്ള ചീഞ്ഞ നാറിയ കഥകളൊക്കെ കിട്ടും. മിക്കവാറും ഏത് നേതാവിനെ കുറിച്ച് കിട്ടും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ അദ്ദേഹം ഈ എല്ലായിടത്തും കയറി മാന്തിയതുകൊണ്ടാണ് ആവശ്യം പറ്റി. മാത്രമല്ല അദ്ദേഹത്തെ CPM-കാർ വളരെ കാലമായിട്ട് നോക്കി വെച്ചേക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനൊരു സംഗതി കയ്യിൽ കിട്ടി. അതുകൊണ്ട് അവർക്ക് പെരുമാറി എന്ന് മാത്രമേ. ഇപ്പോൾ മറിച്ചാണെങ്കിൽ ഇത് തന്നെ സംഭവിക്കും.